അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ. ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ദുആ ചെയ്യണം വല്ലാണ്ട് വിഷമത്തിലാണ്, അല്ലെങ്കിൽ ഓരോ പ്രയാസങ്ങൾ പറഞ്ഞ് മനസ്സിൻ്റെ വേദനകളൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും വാട്സപ്പിലൂടെയും വീഡിയോൻ്റെ താഴെ കമൻറ്റിലൂടെ ഒക്കെ ആയിട്ട് എഴുതി അറിയിക്കാറുണ്ട്. എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാറുണ്ട്. നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നിങ്ങളൊക്കെ ദുആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും കാര്യം നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തുക. നമുക്കറിയില്ല നമ്മുടെ ആരുടെ ദുആ ആണ് സ്വീകരിക്കുക എന്നറിയില്ല. അതുകൊണ്ട് എപ്പോഴും ദുആയിൽ ഉൾപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്ന് പുണ്യമാക്കപ്പെട്ട വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മഗ്‌രിബോട് കൂടിയിട്ട് നമ്മിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ രാവിൽ ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ ചെയ്താൽ നമ്മുടെ ഓരോ കാര്യങ്ങൾ നിറവേറി കിട്ടുന്നതും നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാനുമൊക്കെ ഇന്നത്തെ രാവിൽ പരമാവധി അള്ളാഹുവുമായിട്ട് കൂടുതലായിട്ട് അടുക്കുക. അതുപോലെ എത്രത്തോളം നമുക്ക് സ്വലാത്ത് ചൊല്ലാൻ പറ്റും അത്രത്തോളം സ്വലാത്ത് ചൊല്ലുക, ദിക്റുകൾ ധാരാളമായിട്ട് ചൊല്ലുക. അതുപോലെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ ഓരോ ദുആക്കും ഉത്തരം കിട്ടുന്ന മാസമാണിത്. ദുആ ചെയ്താൽ വെറുതെ ആയി പോവില്ല, ദുആക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ്. അതുകൊണ്ട് പരമാവധി അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കുക. റജബ്, ഷാബാൻ, റമളാനാണ് നമ്മിലേക്ക് വരുന്നത്. അതിനേക്കൊക്കെ ഒന്ന് ഒരുങ്ങിയിട്ട് ഒരു ഫ്രഷ് ആകുക, എന്താ പറയുക, അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കുക. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകളൊക്കെ പുറത്ത് കിട്ടാൻ വേണ്ടി അസ്തഗ്ഫിറുല്ലാഹൽ അലീം ധാരാളമായിട്ട് എപ്പോഴും ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. പ്രത്യേകിച്ച് റജബ് മാസം എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാർ ധാരാളം ചൊല്ലണമെന്നാണ്. ധാരാളമായിട്ട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ട മാസമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാവിലെ ഇന്ന് മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് നമ്മളെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഞാൻ എല്ലാ വെള്ളിയാഴ്ച രാവിലെ നിങ്ങളോട് പറയാറുണ്ട്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. നമ്മുടെ സകല പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ തീരാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് നിയ്യത്താക്കുക. എല്ലാ വെള്ളിയാഴ്ച രാവിലെ ഞാൻ ഒരു 3 യാസീൻ ഓതും. എൻ്റെ മരണം വരെ എനിക്കൊരു കുഴപ്പവും ഒരു ബുദ്ധിമുട്ടും എൻ്റെ എൻ്റെ ബുദ്ധി ഉള്ളയിടത്തോളം കാലം എൻ്റെ മുത്ത് റസൂലിന് ഞാൻ യാസീൻ ഓതാത്ത വെള്ളിയാഴ്ച രാവോ തിങ്കളാഴ്ച രാവോ അതുപോലെ തന്നെ ഏത് ദിവസവും ഒരു യാസീനെങ്കിലും ഓതാത്തൊരു ദിവസം എന്നിൽ ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹുവിനോട് നിങ്ങൾ എന്താ പറയുക, നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യാം. എന്നിട്ട് നമ്മളെ ഓരോ വിഷമങ്ങളില്ലേ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കുന്നവരുണ്ട്, മക്കളാലെ ടെൻഷൻ അനുഭവിക്കുന്നവരുണ്ട്, ഭർത്താവിനാലെ സമാധാനമില്ലാത്ത ജീവിതത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, മക്കളില്ലാതെ ടെൻഷൻ അടിക്കുന്നവരുണ്ട്, ഒരു വീടുണ്ടായി കാണാൻ പ്രയാസപ്പെടുന്നവരുണ്ട്, അതുപോലെ തന്നെ സ്വർണം പണയം വെച്ചിട്ടുണ്ട്, അതൊന്നും എടുത്തു കൊടുക്കാൻ ഒരു വഴിയുമില്ല, അങ്ങനെ വേദന അനുഭവിക്കുന്നവരുണ്ട്. അങ്ങനെ നമ്മൾ ടെൻഷൻ അടിക്കുന്ന സകല വിഷമവും പ്രയാസവും ഒക്കെ നീങ്ങി നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അള്ളാഹു തരാൻ മുത്ത് റസൂലിൻ്റെ പേരിൽ വെള്ളിയാഴ്ച വരുന്ന സമയത്ത് 3 യാസീൻ എല്ലാ ആഴ്ചയിലും ഓതുക. അല്ലാത്ത ദിവസം ഒരു യാസീനെങ്കിലും അല്ലെങ്കിൽ ഒരു ഫാത്തിഹ എങ്കിലും നമ്മുടെ മുത്ത് റസൂലിൻ്റെ പേരിൽ ഓതൽ അങ്ങനെയൊന്നും ഒരു ശീലമാക്കി കൊണ്ടുവരിക. നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു റാഹത്തിലാക്കി തരാൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്‌രിബൊക്കെ നമസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിസ്കാരത്തിൻ്റെ ദുആവും കഴിഞ്ഞിട്ട് ഒരു ഖുർആൻ എടുത്തുകൊണ്ട് 3 യാസീൻ ആദ്യം തന്നെ ഫാത്തിഹ വിളിക്കുക. ഫാത്തിഹ വിളിച്ചതിന് ശേഷമായിട്ട് ഒരു 3 യാസീൻ ഒന്ന് ഓതുക. നമ്മുടെ സകല പ്രയാസങ്ങളും നീങ്ങിപ്പോവട്ടെ, വിഷമങ്ങളൊക്കെ മാറിയിട്ട് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമ്മിലേക്ക് വരാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷമായിട്ട് നിങ്ങൾ സ്വലാത്ത് ചെല്ലുക. സ്വലാത്ത് ഇത്ര എണ്ണം സ്വലാത്ത് ചെല്ലണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമ്മൾ വെള്ളിയാഴ്ച രാവിലെ ഓരോ ഉമ്മമാരും സഹോദരിമാരും സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന ഓരോ കാര്യങ്ങളുണ്ടാവും. അപ്പം 1000 സ്വലാത്ത് ചെല്ലണം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അത് നിത്യേന ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റില്ല. അതൊരിക്കലും നിർത്തിവെക്കുകയും ചെയ്യരുത്. നിത്യമായിട്ട് നമ്മൾ ചെയ്തു പോരുന്ന നമുക്കുണ്ടാവുമല്ലോ, ഞാൻ ഇന്ന വെള്ളിയാഴ്ച ദിവസം ഇന്നാലിൻ്റെ കാര്യം ചെയ്തു പോരാറുണ്ട്, എല്ലാ ആഴ്ചയിലും നമ്മൾ ഇന്നാലിൻ്റെ സൂറത്തോതും അല്ലെ ഇന്നാലിൻ്റെ ദിക്റ് ചൊല്ലുന്നവരുണ്ടാവും,
ചൊല്ലുന്നവരുണ്ടാവും, ഇന്നാലിന് സ്വലാത്ത് ചൊല്ലുന്നവരുണ്ടാവും. അതൊന്നും ഒരിക്കലും നിങ്ങൾ നിർത്തിവെക്കരുത്. അള്ളാഹുവിന് കൂടുതലായിട്ട് ഇഷ്ടമുള്ളത് നിത്യേന ചെയ്യുന്ന ഇബാദത്തിനോടാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിർത്തിവെക്കാതെ വേണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു പോരാൻ. മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതാത്തവർ ആരും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത്. അതിനെപ്പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ അശുദ്ധിയുള്ള സമയത്ത് സ്വലാത്ത് ചെല്ലാൻ പറ്റില്ല എന്ന് അറിയാത്തവരാണുള്ളത്. എന്നോട് ചോദിക്കാറുണ്ട്, കമൻറ്റിലൂടെ ആയാലും വാട്സപ്പിലൂടെ ഒക്കെ ആയിട്ട് ഒരുപാട് സഹോദരിമാർ ചോദിച്ചിട്ടുണ്ട്, മൻസസ്സുള്ള സമയത്ത് ഈ ഒരു സ്വലാത്ത് ചെല്ലാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ ഒരു ദിക്റ് ചെല്ലാൻ പറ്റുമോ? എത്രയോ ആൾ ചോദിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോഴും അറിയാത്തവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ആദ്യം തന്നെ നമ്മുടെ മുത്ത് റസൂലിൻ്റെ പേരിൽ ഒരു 3 യാസീൻ ഓതുക. എന്നതിൻ്റെ ശേഷം സ്വലാത്തുൽ ഫാത്തിഹില്ലേ, സ്വലാത്തുൽ ഫാത്തിഹ് നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം എത്രയാണ്, 33 എണ്ണമാണ് നിങ്ങൾക്ക് കഴിയുന്നത്. ഒരു 33 എണ്ണം അല്ലെങ്കിൽ ഒരു 100 എണ്ണം നിങ്ങൾക്ക് ചൊല്ലിത്തീർക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഒരു 100 എണ്ണം ചൊല്ലിക്കോളി. എന്നിട്ട് അതിൻ്റെ ശേഷമായിട്ട് മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതിക്കോളി, റിഫായി ഷെയ്ഖിൻ്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതുക, ബദരീങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതുക, അതുപോലെ തന്നെ മടവൂർ ഷെയ്ഖുനാൻ്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതുക. പിന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് ഓതുന്നവരുടെ ഒക്കെ പേരിൽ ഓതുന്നവരുണ്ടാവും, അതൊക്കെ ഓതുക. അതൊക്കെ നമ്മുടെ പ്രയാസവും മാനസികമായിട്ടുള്ള ടെൻഷനും ഈ അപകടങ്ങൾ, ആപത്തുകൾ, മുസീബത്തുകൾ അതിൽ നിന്നൊക്കെ കാവലാണ്. അതുപോലെ തന്നെയാണ് ഒരു 100 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അതുപോലെ 1000 ചെല്ലാൻ കഴിയുന്നില്ലെങ്കിലും ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹിന് ഒരു 100. അതുപോലെ വേറെ ഏതെങ്കിലും ദിക്ർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ ഒരു 100. അതുപോലെ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ദിക്ർ ഒരു 100. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലാണ് ചൊല്ലേണ്ട കാര്യമാണ് പറയുന്നത്. വെള്ളിയാഴ്ച രാവിന് ഒരുപാട് മഹത്വമുണ്ട്. നമ്മുടെ ഓരോ പ്രയാസങ്ങളൊക്കെ തീരാൻ നമ്മൾ സ്വലാത്തായാലും ഖുർആനിലെ സൂറത്തുകളൊക്കെ ആയാലും നിയ്യത്താക്കിയിട്ട് ഓതിയാൽ വെള്ളിയാഴ്ച എല്ലാ ദിവസവും പോലെയല്ല, നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് ഇന്ന് മഗ്‌രിബ് ആവുമ്പോഴേക്കും ഉളു എടുത്തിട്ട് കാത്തിരിക്കുക. എന്നിട്ട് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീൻ സ്വലാത്തുൽ ഫാത്തിഹാണ് ഓതേണ്ടത്. അതിപ്പോൾ നിങ്ങൾ ഒരു 100 എണ്ണമാണ് നിങ്ങൾക്ക് ഈ യാസീൻ ഓതി കഴിഞ്ഞിട്ട് ചൊല്ലാൻ കഴിയുള്ളൂ എങ്കിൽ 100 എണ്ണം ചൊല്ലിക്കോളി. അല്ലെങ്കിൽ 33 എണ്ണമാണ് ചൊല്ലാൻ പറ്റുകയുള്ളൂ എങ്കിൽ 33 ചൊല്ലിയാൽ മതി. സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ്. ഓരോ കാര്യത്തിന് നിയ്യത്താക്കി ഓതിയിട്ട് ഫലം കിട്ടിയതാണ് സ്വലാത്തുൽ ഫാത്തിഹ്. അതുകൊണ്ട് ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് ഈ സ്വലാത്തുൽ ഫാത്തിഹിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു അനുഭവം പറഞ്ഞു തരാം. ഒരു സഹോദരി എന്നോട് പറഞ്ഞ കാര്യമാണ്. ആ ഒരു സഹോദരി എൻ്റെ വീഡിയോ കണ്ടിട്ട് വേറെ ഒരു കൂട്ടുകാരിക്ക് അയച്ചു കൊടുത്തു. ആ വീഡിയോൻ്റെ ലിങ്ക് വേറെ ഒരു കൂട്ടുകാരിക്ക് അയച്ചു കൊടുത്തു. മക്കളില്ലാത്ത ഒരു സഹോദരിക്കാണ് അയച്ചു കൊടുത്തത്. അങ്ങനെ ഒരു 2-3 മാസമായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ സ്വലാത്തുൽ ഫാത്തിഹ് ഓതാൻ തുടങ്ങി. അങ്ങനെ അൽഹംദുലില്ലാ ആ ഒരു സഹോദരി ഗർഭിണിയായി എന്ന്. അതുപോലെ തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ. ബാങ്കിൽ നിന്നും സ്വർണം പണയം എടുക്കാൻ വേണ്ടിയിട്ട് എന്നോട് വാട്സപ്പിലൂടെ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു സ്വലാത്തുൽ ഫാത്തിഹ് നിയ്യത്താക്കിയിട്ട് ചൊല്ലിക്കോളിയെന്ന്. അപ്പോൾ അങ്ങനെ ചൊല്ലിയിട്ട് ഒരിക്കലും വിചാരിക്കുന്നില്ല ഇനി എന്താ ചെയ്യുക, പണ്ടം എടുത്തു കൊടുക്കാൻ എന്ന ഒരു പ്രയാസത്തിലായിരുന്നു. അങ്ങനെ ആ പണം കയ്യിൽ കിട്ടി, ഹലാലായിട്ടുള്ള പണം തന്നെ കയ്യിൽ കിട്ടി എന്ന് വാട്സപ്പിലൂടെ അറിയിച്ചവരുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഫലം കിട്ടുന്ന കാര്യമാണ്. ഒരുപാട് ഉമ്മമാർ, സഹോദരിമാർ വല്ലാണ്ട് വിഷമത്തിലൂടെയും പ്രയാസത്തിലൂടെയാണ്. ഓരോ തരത്തിലുള്ള വിഷമങ്ങളാണ് പലർക്കും, പലവിധ പ്രയാസങ്ങളാണ്. അപ്പോൾ ഒരു ഹലാലായിട്ടുള്ള അതായത് കടം വീട്ടാനാണോ, അല്ലെങ്കിൽ പണയം വെച്ചത് എടുക്കാനുണ്ട്, അല്ലെങ്കിൽ പണം വേണം ബാങ്കിൽ അടക്കാൻ, അങ്ങനെ ഉണ്ടല്ലോ അല്ലെ. ഭർത്താവിൻ്റെ ഇന്നാലിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു പണം വേണം, വിദേശത്തേക്ക് പോകാൻ പണം കയ്യിലില്ല, എന്താ ചെയ്യാറില്ല, അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ സ്വലാത്തുൽ ഫാത്തിഹ് നിങ്ങൾ നിയ്യത്താക്കിയിട്ട് നിങ്ങൾക്ക് ഓതാവുന്നതാണ്, ചെല്ലാവുന്നതാണ്. ചെല്ലിയാൽ ഫലം പെട്ടെന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആദ്യം തന്നെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മുത്ത് റസൂലിൻ്റെ പേരിൽ ഫാത്തിഹ ഓതുക. അത് കഴിഞ്ഞിട്ട് സ്വലാത്തുൽ ഫാത്തിഹ് നിങ്ങൾക്ക് കഴിയുന്നൊരെണ്ണം നിങ്ങൾ നിയ്യത്താക്കിയിട്ട് ചൊല്ലുക. നിങ്ങളെ മനസ്സിലുള്ള എല്ലാ ഇടങ്ങേറുകളും എല്ലാ പ്രയാസവും തീർന്നു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് മനസ്സിൽ നിങ്ങൾ ദുആ ചെയ്യുക. എന്നതിൻ്റെ ശേഷമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഇന്ന് വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ ചെയ്തു നോക്കുക.
അതുപോലെ തന്നെ അടുത്ത ആഴ്ചയും വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്ത് റബ്ബേ ഇതേപോലെ ഞാൻ എൻ്റെ മുത്ത് റസൂലിൻ്റെ പേരിൽ 3 യാസീൻ ഞാൻ ഓതും. എൻ്റെ മുത്ത് റസൂലിൻ്റെ പേരിൽ ഇത്ര സ്വലാത്തുൽ ഫാത്തിഹ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്വലാത്ത് ചെല്ലാം. നാരീത്ത് സ്വലാത്തായിട്ടോ ഇബ്രാഹിമിയ സ്വലാത്തായിട്ടോ ഏതെങ്കിലും സ്വലാത്തായിട്ട് ചെല്ലാം. സ്വലാത്തുൽ ഫാത്തിഹ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സ്വലാത്താണ്. ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടിയ ഒരു സ്വലാത്താണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ കാര്യത്തിന് നിയ്യത്താക്കി ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്നുണ്ട്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഫലം കിട്ടിയിത്ത എന്ന്. അതുപോലെയാണ് സ്വലാത്ത് നാരിയ, തീ പടരും പോലെ പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതാണ് സ്വലാത്ത് നാരിയ. അതും സുബൈ നമസ്കാരത്തിൻ്റെയൊക്കെ ശേഷം നമ്മുടെ ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് നിയ്യത്താക്കിയിട്ട് ചൊല്ലിയാൽ ഫലം കിട്ടുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒക്കെ ആദ്യം നമ്മുടെ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഏത് കാര്യവും നമ്മൾ ചെയ്യാൻ നോക്കണം. ഇനിയിപ്പോൾ മുത്ത് റസൂലിൻ്റെ പേരിൽ നമ്മൾ യാസീൻ ഓതാൻ ഇരിക്കുകയാണ്. അപ്പോൾ ആ യാസീനിലേക്കല്ല നമ്മുടെ ശ്രദ്ധ, വേറെ എന്തൊക്കെയോ വേണ്ടാത്ത ചിന്തയിലേക്കാണ് മനസ്സ് പോകുന്നത്. ആ മനസ്സിനെയൊക്കെ മാറ്റിയിട്ട് ആ ഖുർആനിലേക്ക് ശ്രദ്ധ കൊടുക്കുക. ആ ഖുർആനിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക. എൻ്റെ മുത്ത് റസൂലിൻ്റെ പേരിലാണ് ഞാൻ യാസീൻ ഓതുന്നത് എന്നൊരു മനസ്സോട് കൂടിയിട്ട് വളരെ ബഹുമാനത്തോട് കൂടിയിട്ട് ഖുർആനാണ് എൻ്റെ കയ്യിലുള്ളത് അങ്ങനെ ഒരു രീതിയിലായിട്ട് ഓതുക. നജസ്സൊന്നും മേലില്ലാതെ നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സ് മൂത്രം പോലെയുള്ള നജസ്സൊന്നും ഇല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. എന്നതിൻ്റെ ശേഷമായിട്ട് ബഹുമാനത്തോടു കൂടി അതപോട് കൂടി ഖുർആൻ എടുക്കുന്ന ആ ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് തന്നെ ഓതി തീർക്കുക ഇൻഷാ അല്ലാഹ്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്തും തിങ്കളാഴ്ച രാവൊക്കെ വരുന്ന സമയത്തും ഇതുപോലെയായിട്ട് ഞാൻ ഓതും, സ്വലാത്തും ചൊല്ലും, യാസീനും ഓതും എന്ന് നിയ്യത്താക്കി വെക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യത്തിനും ടെൻഷൻ അടിക്കുന്നവരാണ് അല്ലേ? ആ കാര്യങ്ങളൊക്കെ സമാധാനത്തിലും സന്തോഷത്തിലുമായി കിട്ടാൻ റബ്ബേ ഇതേപോലെ ഞാൻ ചൊല്ലും. എല്ലാ ആഴ്ചയിലും ഞാൻ ഇതേപോലെ ഓതുകയും ചെയ്യും. എൻ്റെ പ്രയാസമെല്ലാം അള്ളാഹു റാഹത്തിലും സമാധാനത്തിലും ആക്കിത്തരാൻ എന്ന് നിയ്യത്താക്കി വെക്കുക. നിയ്യത്താക്കി വെച്ചാൽ മാത്രം പോരാ, അത് ഓതുകയും വേണം കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ അശുദ്ധിയുള്ള ഒരുപാട് സഹോദരിമാരുണ്ടാവും. അപ്പോൾ എനിക്ക് മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീനൊന്നും ഓതാൻ പറ്റില്ലല്ലോ, എന്താ ഞാൻ ചെയ്യുക എന്ന് ടെൻഷൻ അടിക്കേണ്ട. സ്വലാത്തുൽ ഫാത്തിഹ ആയിക്കോട്ടെ, സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് ആയിക്കോട്ടെ, നാരീത്ത് സ്വലാത്ത് ആയിക്കോട്ടെ, വേറെ ഏത് സ്വലാത്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വലാത്ത് അങ്ങോട്ട് നിയ്യത്താക്കിയിട്ട് ചൊല്ലിക്കോളി. ആ മഗ്‌രിബിൻ്റെ സമയം തന്നെ വല്ലാത്ത ശ്രേഷ്ഠതയുള്ളൊരു സമയമാണ് മഗ്‌രിബിൻ്റെ ആ ഒരു സമയം അല്ലേ? വെള്ളിയാഴ്ച രാവ് മഗ്‌രിബിൻ്റെ സമയം. ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അതിനോടൊന്നും വലിയ ഒരു എന്താ പറയുക, ഒരു ഉന്മേഷമുണ്ടാവില്ല. പണ്ടത്തെ ഉമ്മമാരൊക്കെ നമ്മുടെ ഓരോ വീട്ടിലുണ്ടെങ്കിൽ അവർക്കുണ്ടാവും. വെള്ളിയാഴ്ച രാവാണ്, അവരിങ്ങനെ പറയും, ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, വേഗം വുളു എടുത്തിട്ട് ഖുർആൻ ഓതാൻ ഒരുങ്ങിക്കോളി അല്ലേ? വല്യമ്മമാരൊക്കെ ഉള്ള വീട്ടിൽ പറയുന്ന ഒരു വാക്കാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കുറവാണ്. വെള്ളിയാഴ്ച രാവായാലും ഒക്കെ കണക്ക് തന്നെയാണ്. എന്നിട്ട് ഒരുപാട് പ്രയാസവും വിഷമവും മനസ്സിൽ ഉള്ളിലൊതുക്കിക്കൊണ്ട് ഇങ്ങനെ എപ്പോഴും ആരെ കാണുന്ന സമയത്ത് എനിക്ക് സമാധാനമില്ല, പ്രയാസമാണ്, വിഷമമാണ് അങ്ങനെ പറയുകയും ചെയ്യും. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. വെള്ളിയാഴ്ച രാവൊക്കെ വരുന്ന സമയത്ത് ഒരു പ്രത്യേക രാവാണിത്. അതുകൊണ്ട് പ്രത്യേകിച്ച് റജബ് മാസവുമാണ്. റജബ് മാസത്തിലെ 2ാമത്തെ വെള്ളിയാഴ്ച രാവാണ് നമ്മിലേക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്‌രിബോട് കൂടിയിട്ട് വരാനിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റേതായൊരു രീതിയിൽ എൻ്റെ കാര്യങ്ങളൊക്കെ റാഹത്തിലാവാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിൻ്റെ മാസമാണല്ലോ റബ്ബേ, ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞ മാസവും കൂടിയാണല്ലോ. എനിക്ക് ഒരുപാട് വിഷമമുണ്ട്, ആരോട് പറയാൻ പറ്റാത്ത പ്രയാസങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് റബ്ബേ. എൻ്റെ കാര്യങ്ങൾ ഈ റജബ് മാസം കഴിയുമ്പോഴേക്കും എല്ലാം നീ റാഹത്തിലും സമാധാനത്തിലും ആക്കിത്തരണേ എന്ന് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുക. തഹജ്ജുദ് നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാറുണ്ട്, ഒരു 3:30-4 മണിയൊക്കെ ആവുന്ന സമയത്ത് എണീറ്റിട്ട് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് സുജൂദിൽ കടന്നുകൊണ്ട് ദുആ ചെയ്ത് നോക്കി. ആ ദുആക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അല്ലാണ്ട് നമ്മൾ ആ ഒരു സമയത്ത് ദുആ ചെയ്താൽ പെട്ടെന്ന് നമ്മുടെ ആ ദുആ സ്വീകരിക്കുമല്ല. നിങ്ങളൊന്ന് ചെയ്യാത്തവരുണ്ട് എങ്കിലും ഒന്ന് ചെയ്തു നോക്കി. വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് മനസ്സും അള്ളാഹുവിലേക്കാണ്. അല്ലാതെ മനസ്സ് വേറെ എന്തൊക്കെയോ ചിന്തയിലാണ്. നമ്മൾ കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, റബ്ബേ എൻ്റെ മനസ്സിൽ ഇന്നാലിൻ്റെ പ്രയാസമാണ്. പക്ഷേ മനസ്സ് അള്ളാഹിലേക്കല്ല പോണത്, മനസ്സ് വേറെ എവിടേക്കോ ആണ്. ആ ഒരു രീതിയിലല്ല, ആ ഒരു രീതിയിലായിട്ടാണ് നമ്മൾ ഇനിയിപ്പം ദിക്റുകളായാലും സ്വലാത്തുകളായാലും ഒക്കെ നിയ്യത്താക്കിയിട്ട് ഓതിയാൽ അതിനൊന്നും നമുക്ക് ഫലം കിട്ടാത്തത്. മനസ്സ് നല്ല തെക്കുവയോടും വിശ്വാസത്തോടും കൂടിയിട്ടാവണം.
ഇൻഷാ അല്ലാ ഇതുപോലെ ഇന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സകല പ്രയാസങ്ങളും വിഷമങ്ങളും തീരാൻ വേണ്ടി റബ്ബെ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് നമ്മിലേക്ക് വരാനിരിക്കുന്നത്. അതുകൊണ്ട് മുത്ത് റസൂലിൻ്റെ പേരിൽ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഖുർആൻ എടുത്തുകൊണ്ട് 3 യാസീൻ ഓതുക. യാസീൻ ഓതുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഫാത്തിഹ വിളിക്കണം. ഞാൻ 2-3 പ്രാവശ്യമായി പറയുന്നത്, കാരണം മനസ്സിലാവാത്തവർ ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പം ആദ്യം ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതിയതിന് ശേഷം മുത്ത് റസൂലിൻ്റെ പേരിൽ 3 യാസീൻ ഓതുക. അത് കഴിഞ്ഞിട്ട് സ്വലാത്തുൽ ഫാത്തിഹ് 33 തവണയോ അല്ലെങ്കിൽ 100 തവണയോ ആയിട്ട് സ്വലാത്ത് ചെല്ലുക. ഇതൊക്കെ ചൊല്ലുമ്പോഴും ഓതുമ്പോഴും നിങ്ങൾ സംസാരിക്കരുത്. സംസാരിച്ചുകൊണ്ട് ആയിരിക്കരുത് നിങ്ങൾ ഇതൊക്കെ ചെല്ലുന്നതും ഓതുന്നതും. ഇപ്പോൾ ഈ യാസീൻ ഞാൻ പറഞ്ഞില്ലേ മുത്ത് റസൂലിൻ്റെ പേരിൽ ഓതാനുള്ളത്, അതിപ്പോൾ ഒരു യാസീൻ ഓതി കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് ഖുർആനൊക്കെ ഒന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്ന് സംസാരിക്കുകയാണ്, വീണ്ടും പിന്നെ എടുത്തിട്ട് ഖുർആൻ ഓതുന്നു. ആ ഒരു രീതിയിലല്ല. ആ 3 യാസീൻ ഓതിക്കഴിഞ്ഞ് അതിൻ്റെ തൊട്ട വേക്കിൽ തന്നെയായിട്ട് സ്വലാത്തുൽ ഫാത്തിഹ് ഓതുക. 100 33. അതുപോലെ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന തബാറക്ക ഓതുന്ന നമ്മൾ മുൽക്ക് സൂറത്ത് ഓതും മഗ്‌രിബിൻ്റെ ശേഷം. അത് ഓതിക്കഴിഞ്ഞ് ബാക്കിയ സൂറത്ത് ഓതിക്കഴിഞ്ഞ് അതുപോലെ തന്നെ നിങ്ങൾ വേറെ എന്തെങ്കിലും ഓതുന്ന സൂറത്തുകൾ ഒന്ന് ഖുർആൻ ഒരു ജൂസോ 2 ജൂസോ ഒക്കെ ആയിട്ട് ഓതുന്നവരുണ്ടാവും. അതൊക്കെ നിങ്ങൾ ഓതിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതിക്കോളി. അതുപോലെ തന്നെ റിഫായി ഷെയ്ഖിൻ്റെ പേരിൽ ഒരു ഫാത്തിഹ, ബദരീങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹ, മടവൂർ സി എം മക്കാമിലേക്ക് ഒരു ഫാത്തിഹ, അജ്മീർ ഹാജ തങ്ങളുടെ അവിടത്തേക്ക് ഒരു ഫാത്തിഹ. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനം കിട്ടും. എടങ്ങേറ് മുസീബത്ത് ആപത്തിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാവൽ നൽകാൻ വേണ്ടി ആ മഹാന്മാരുടെ പേരിലൊക്കെ ഓരോ ഫാത്തിഹ വെള്ളിയാഴ്ച രാവൊക്കെ വരുന്ന സമയത്ത് ഒന്ന് ഓതി നോക്കുക. ഇങ്ങനെ എല്ലാ ആഴ്ചയിലും ഒന്ന് ശീലമാക്കുക. നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങളൊന്നും നിർത്തി വെക്കരുത്. അതൊന്നും നിർത്തി വെക്കാതെ വേണം ഇത് ചെല്ലാൻ കേട്ടോ. അതൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന വെള്ളിയാഴ്ച രാവിൽ നമ്മൾ ഓരോ ഖുർആനിൽ ജുസ് 2 ജുസ്, ഇന്നിപ്പോൾ 2 ജുസ് ഓതണ്ട, ഇന്നിപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കട്ടെ, അങ്ങനെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞതാണ് അള്ളാഹ്ക്ക് സ്ഥിരമായിട്ട് നിങ്ങൾ ആ ചെയ്തു പോരുന്ന ആ അമലിനോടായിരിക്കും അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടാവുക. അതുകൊണ്ട് അത് നിങ്ങൾ നിർത്തി വെക്കാതെ വേണം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാൻ. അതുപോലെ എല്ലാ ആഴ്ചയിലും ഇതേപോലെ ഞാൻ ചെയ്യുമെന്ന് മനസ്സിലൊന്ന് നിയ്യത്താക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ധാരാളമായിട്ട് ചൊല്ലുക. ധാരാളം ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അതുപോലെ തന്നെ ധാരാളം ദിക്ർ വർദ്ധിപ്പിക്കുക. സ്വലാത്ത് കഴിയുന്നിടത്തോളം ചെല്ലുക. അതുപോലെ ഞാനൊരു ദിക്റിനെ പറ്റി ഇപ്പോൾ 2-3 വീഡിയോയിൽ നിങ്ങളോട് പറയാറുണ്ട്. യാ ഫത്താഹു, യാ റസാഖു, യാ കരീമു, യാ വഹാബു. അതെനിക്ക് നിങ്ങളോട് എത്ര പറഞ്ഞു തന്നാലും മതിയാവില്ല. കാരണം ഒരുപാട് ഉമ്മമാർ സാമ്പത്തികമായിട്ട് പ്രയാസത്തിലാണ്, സഹോദരിമാർ കടം കൊണ്ട് പ്രയാസപ്പെടുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീർക്കാൻ അങ്ങനെ എടങ്ങേറിലൂടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. ഒരുപാട് പേര് ഈ ദിക്ർ ഞാൻ വീഡിയോയിൽ പറഞ്ഞത് കേട്ടിട്ട് ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ട ഒരിക്കലും വിചാരിക്കാത്ത പണം കയ്യിൽ വന്നു, അങ്ങനെ എത്രയോ കമൻറ്റിലും വാട്സപ്പിലൊക്കെ ആയിട്ട് എഴുതി അറിയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഇപ്പോൾ ഈ ദിക്റിനെ കുറിച്ച് പറയുന്നുണ്ട്. സാമ്പത്തികമായിട്ട് എടങ്ങേറ് അനുഭവിക്കുന്നവർ, പണത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്നവർ ഈ ഒരു ദിക്റും നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ പകർത്തിക്കോളി. ഒരു എണ്ണം നിയ്യത്താക്കി ചെല്ലണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എത്രയാണ് ഈ ഒരു ദിക്ർ ചെല്ലാൻ കഴിയുന്നത് അത്രത്തോളം ചൊല്ലിക്കോളി. നമ്മൾ സ്വലാത്ത് ചെല്ലുന്ന സമയത്തൊക്കെ നമ്മൾ സ്വലാത്ത് ചെല്ലില്ലേ, കുറച്ച് സ്വലാത്ത് ചൊല്ലിയിട്ട് യാ ഫത്താഹു, യാ റസാഖു, യാ കരീമു, യാ വഹാബു, അല്ലെങ്കിൽ നിങ്ങൾ സുബഹിൻ്റെ ശേഷം ഒരു 100 എണ്ണം, അസറിൻ്റെ ശേഷം ഒരു 100 എണ്ണം, അങ്ങനെയൊക്കെ ആയിട്ട് ചൊല്ലി നോക്കൂ. നമ്മുടെ പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീരും. കടം കൊടുക്കാനുള്ളതൊക്കെ അള്ളാഹു ഹലാലായിട്ടുള്ളൊരു മാർഗം നമ്മുടെ മുന്നിൽ കാണിച്ചു തരും ഇൻഷാ അല്ലാ. അതുകൊണ്ട് ഞാൻ ഇന്ന് പറഞ്ഞ ക്ലാസ് നിങ്ങൾ സമാധാനത്തോടെ തിരക്ക് കൂട്ടാതെ ഒരു ആയാസത്തിൽ ഒരു ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒന്ന് കേട്ടൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കി എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്ത് റബ്ബേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് നിലനിർത്താൻ നീ എനിക്ക് ഭാഗ്യം കൊണ്ട് റഹ്മാനെ, ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ എനിക്കിനി തൗഫീക്ക് ചെയ്യുകയല്ല. എൻ്റെ മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതണം എല്ലാ വെള്ളിയാഴ്ചയിലും. എനിക്ക് ഒരുപാട് മനസ്സിൽ എടങ്ങേറുണ്ട് റഹ്മാനെ, നിനക്കറിയാൽ എൻ്റെ മനസ്സിൽ എടങ്ങേറും പ്രയാസവും ആരോടും പറയാൻ പറ്റാത്ത വിഷമവും കൂടി എൻ്റെ മനസ്സിലുണ്ട്. അതൊക്കെ ഒരു സമാധാനത്തിലാവാൻ, ഇന്ന് ദുനിയാവെന്നും നാളെ ആഖിറത്തെന്നും രക്ഷപ്പെടാൻ റഹ്മാനെ ഞാൻ മുത്ത് റസൂലിൻ്റെ പേരിൽ വെള്ളിയാഴ്ച രാവിൽ 3 യാസീൻ ഞാൻ ഓതും. അല്ലാത്ത ദിവസത്തിൽ ഫാത്തിഹയോ യാസീനോ ഞാൻ ഓതാത്തൊരു ദിവസം എന്നിൽ നിന്നും ഉണ്ടാവില്ല
ചെയ്യാറില്ല റഹ്മാനെ, അതുപോലെ ചെയ്യാൻ എനിക്ക് നീ തൗഫീക്ക് തരണേ അല്ല. എന്താ പറയുക, നമുക്ക് ചില സമയത്തൊക്കെ ഒരു ഇന്നിപ്പോൾ ആവൂല, ഇന്നൊരു ക്ഷീണമാണ്, അങ്ങനെയൊക്കെ ഉള്ളവർ പറയാറുണ്ട്. ചില സമയത്ത് ഞാൻ നല്ലോണം യാസീൻ ഓതും, ഖുർആൻ ഓതും, ദിക്ർ ചൊല്ലും. ചില സമയത്ത് എനിക്ക് മടിയാണ്. അതൊക്കെ ഷെയ്ത്താൻ്റെ ഒരു നമ്മളെ എന്താ പറയുക, നമ്മളെ പിന്തിരിപ്പിക്കുകയാണ്. അതിലൊന്നും വീഴാതെ അതിൽ നിന്നൊക്കെ അങ്ങോട്ട് എണീക്കുക. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് ഒന്ന് കുഴക്കും ക്ഷീണമൊക്കെ വരുന്ന സമയത്ത് അങ്ങോട്ട് ഓടി എണീക്കുക. അതുപോലെ തന്നെ രാവിലെ നിങ്ങൾ ഒരു 3 ആയത്തുൽ കുർസി ഓതിക്കോണ്ടി. അതുപോലെ രാത്രി അസറിൻ്റെ ശേഷമായിട്ട് ഒരു 3 ആയത്തുൽ കുർസി. മലക്കുകളുടെ കാവലുണ്ടാവും നമുക്ക്. 70,000 മലക്കുകൾ നമ്മളെ കാക്കപ്പെടും. അതുപോലെ തന്നെ ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം എന്ന ദുആ ഉണ്ടല്ലോ, അത് രാവിലെ സുബഹിൻ്റെ ശേഷം 7 അല്ലെങ്കിൽ 3, അതുപോലെ ഒരു അസർ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് 7 തവണയോ 3 അല്ലെങ്കിൽ 1 തവണയാണോ ചൊല്ലാൻ പറ്റുന്നത് അതും ഓതിക്കോളും. ഇടങ്ങേറ് ആപത്ത് മുസീബത്തിൽ നിന്നൊക്കെ അള്ളാൻ്റെ കാവലുണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യവും ഓതാനും ചെല്ലാനും അള്ളാഹു അതിനുള്ള സമയം നിങ്ങൾക്ക് നൽകട്ടെ. അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലാവരെയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കട്ടോ. കമൻറ്റിലൂടെ നിങ്ങൾ കാണാറില്ലേ ഒരുപാട് പേര് പ്രയാസം എഴുതി അറിയിക്കുന്നത്. അപ്പോൾ ആ പ്രയാസങ്ങളൊക്കെ തീരാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ ദുആ ചെയ്യാറുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്ന കാര്യങ്ങൾ ഞാൻ കാണാറുമുണ്ട്. ചിലപ്പോൾ അതിന് റിപ്ലൈ തന്നില്ല എന്ന് വരും, എന്നാലും ഞാൻ ഒരു കമൻറ്റ് പോലും കാണാതിരിക്കാറില്ല. ഓരോ വീഡിയോയിൽ ഇടുന്ന ഓരോ കമൻറ്റും ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ സുഹൃത്തുക്കളുണ്ടാവും, നമ്മുടെ അയൽവാസികൾക്കൊക്കെ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. വീഡിയോൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഫോൺ വിളിച്ചിട്ടോ അല്ലെങ്കിൽ കാണുന്ന സമയത്തൊക്കെ ആയിട്ട് ഓരോ പ്രയാസങ്ങളൊക്കെ പറയുന്ന സമയത്ത് സലാത്തുൽ ഫാത്തിഹ ഇന്നത്തെ രാവിലെ ചൊല്ലിക്കോളി, അല്ലെങ്കിൽ മുത്ത് റസൂലിൻ്റെ പേരിൽ ഇന്ന് ഈ 3 യാസീൻ നിയ്യത്താക്കി അങ്ങോട്ട് ഓതി നോക്ക്, പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറാൻ. അതുപോലെ നിങ്ങൾക്കറിയാവുന്ന അറിവുകളൊക്കെ ഓരോ വിഷമം പറയുന്നവർക്ക് പറഞ്ഞു കൊടുക്കുക. സലാത്ത് ചൊല്ലിക്കോ, അല്ലെങ്കിൽ ഇന്നാലിൻ്റെ ദിക്റുണ്ട്, ആ ദിക്ർ ഒന്ന് ചൊല്ലി നോക്ക്. ആത്മാർത്ഥമായിട്ട് അള്ളാഹു എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. അങ്ങനെ നമ്മിൽ കഴിയുന്ന അറിവുകൾ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ആക്കി കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ വീഡിയോ കാണുന്ന എൻ്റെ ഉമ്മമാരും എൻ്റെ സഹോദരിമാരും ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട്. പക്ഷേ എൻ്റെ ഉമ്മമാരൊന്നും ലൈക്ക് അടിക്കുന്നില്ല കേട്ടോ ആരും. അതുകൊണ്ട് വീഡിയോ ഒരുപാട് ആൾക്കാർ വീഡിയോ ഇടാറില്ല എന്ന് വാട്സപ്പിലൂടെ ചോദിക്കുന്നുണ്ട്. കാരണം ലൈക്ക് ഇല്ലാത്തത് കൊണ്ടാണ് മറ്റുള്ളവരിലേക്ക് യൂട്യൂബ് ഷെയർ ആക്കാത്തത്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ നിങ്ങൾ ദുആയിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം. എനിക്കും എൻ്റെ കുടുംബത്തിനും, അതുപോലെ എൻ്റെ ഉപ്പ മരണപ്പെട്ടതാണ്, എൻ്റെ ആങ്ങളെയും മരണപ്പെട്ടതാണ്. അവരെയൊക്കെ ഖബർ ജീവിതം സുഖകരമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.